ജോബ് എക്സാംസിലെ ഹൈ കോമ്പറ്റീഷനിൽ വിജയിക്കണോ? ഹായ്, ഞാൻ കിരൺ രവി ഫ്രം കർമ്മ അക്കാഡമി. SSC, ബാങ്ക്, റെയിൽവേ എക്സാംസിൽ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് എഴുതുന്നതിൽ കൂടെ കോമ്പീറ്റ് ചെയ്ത് വിജയിക്കണമെങ്കിൽ അതിനുള്ള 8 സ്ട്രാറ്റജിക് സ്റ്റെപ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. 1. ഒരു സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. സിലബസിനെ ചെറിയ സെക്ഷൻസായി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ സെക്ഷനും കംപ്ലീറ്റ് ചെയ്യാനായി റെഗുലർ ടൈം ബ്ലോക്കുകൾ പ്രൊവൈഡ് ചെയ്യുക. കൺസിസ്റ്റൻ്റായി സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. 2. കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. QA, റീസണിങ്, ഇംഗ്ലീഷ് സബ്ജക്ട്സിലെ എല്ലാ ചാപ്റ്റേഴ്സിലും കൺസെപ്റ്റ്, ഷോർട്ട് കട്ട്സ്, ട്രിക്സ് പ്രത്യേകമായി പഠിക്കുക. 3. കോമ്പറ്റേറ്റീവ് എക്സാമിലെ സ്പീഡ് കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി മനക്കണക്ക് അഥവാ മെൻ്റൽ മാത്സ് പ്രാക്ടീസ് ചെയ്യുക. ചില ന്യൂമറിക്കൽ വാല്യൂസ് കാണാതെ പഠിച്ചു വെക്കുക. ഈ ഒരൊറ്റ സ്റ്റെപ്പിലൂടെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത 10,000 സ്റ്റുഡൻസിനെ ആയിരിക്കും നിങ്ങൾ കോമ്പറ്റീഷനിൽ പിന്തള്ളുന്നത്. 4. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലറായി പ്രീവിയസ് ഇയർ എക്സാം പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകളും ചെയ്യുക. ഇവ നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും ഇമ്പ്രൂവ് ചെയ്യുന്നു. ഒപ്പം തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസും ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നു. 5. പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് എടുക്കുക. കർമ്മ അക്കാഡമിയിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ഓരോ സ്റ്റുഡൻസിനും അവരുടെ എക്സാം പെർഫോമൻസിലുള്ള ഡീറ്റെയിൽഡ് ഫീഡ്ബാക്ക് നൽകുന്നു. ഓരോ സ്റ്റുഡൻസിനും അവരുടെ സ്ട്രെങ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഒപ്പം ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഈ ടാർഗറ്റഡ് അപ്രോച്ച് സ്റ്റുഡൻസിനെ അവരുടെ സ്റ്റഡി ടൈം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്നു. 6. ഗ്രൂപ്പ് സ്റ്റഡി സെഷൻസിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് സ്റ്റഡി ഗ്രൂപ്പ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വഴി കൺസെപ്റ്റ് ക്ലാരിറ്റി ഫാസ്റ്റായി ലഭിക്കുന്നു. ഈ സ്റ്റഡി ഗ്രൂപ്പ്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ ഡെയിലി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും സഹായിക്കുന്നു. 7. ഡിജിറ്റൽ റിസോഴ്സസ്. ഓൺലൈൻ കോഴ്സസ്, വീഡിയോ ക്ലാസ്സസ്, ബുക്സ് മുതലായവ ഉപയോഗിക്കുന്നതിലൂടെ വളരെ എഫിഷ്യൻ്റായി പ്രിപ്പയർ ചെയ്യാനും നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ പ്രിപ്പയർ ചെയ്യാനും അത് നമ്മളെ സഹായിക്കുന്നു. 8. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. റെഗുലർ ബ്രേക്സ്, ഫിസിക്കൽ എക്സസൈസ് ആൻഡ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇവ മൂന്നും കൂടുതൽ നേരം പ്രിപ്പയർ ചെയ്യാനുള്ള നിങ്ങളുടെ കോൺസെൻട്രേഷനും സ്റ്റാമിനയ്ക്കും ആവശ്യമാണ്. ഓർക്കുക, ഹൈ കോമ്പറ്റീഷൻ ലെവൽസ് നമുക്ക് ഈ സ്ട്രാറ്റജിക് സ്റ്റെപ്സിലൂടെ ഓവർകം ചെയ്യാൻ സാധിക്കും. SSC, ബാങ്ക്, റെയിൽവേ എക്സാം സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഏത് മെറ്റീരിയൽ ഫോളോ ചെയ്യണം, ഡൗട്ട്സ് എങ്ങനെ ക്ലിയർ ചെയ്യണം, ഡിഫിക്കൽട്ട് ടോപ്പിക്സ്, സ്കോർ കൂടുന്നില്ല തുടങ്ങിയവ. സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഡിലേഡ് സ്കോർ ഇംപ്രൂവ്മെൻറ്റ്. ഇതിൻ്റെ കാരണങ്ങളായ 4 കോമൺ പ്രോബ്ലംസ് നമുക്കിന്ന് ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാം വിത്ത് സർട്ടൻ സൊല്യൂഷൻസ് ടു ദം. പ്രോബ്ലം നമ്പർ 1. മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമായതും ഓഫൺ തമ്മിൽ കൺഫ്ലിക്റ്റിങ്ങും വൈരുദ്ധ്യം അടങ്ങിയിട്ടുള്ള അഡ്വൈസസ് ലഭിക്കുന്നത് നമ്മളെ കൺഫ്യൂഷനിലേക്ക് നയിക്കാറാണ് മിക്കപ്പോഴും സെൽഫ് സ്റ്റഡിയിൽ പതിവ്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എക്സാം കൃത്യമായി പഠിക്കണമെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം. ഈ സ്റ്റഡി പ്ലാൻ നമ്മുടെ റിക്വയർമെൻറ്റ്സിന് വേണ്ടി ടൈലർ മെയ്ഡ് ആണെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി എത്രയും വേഗം ഇമ്പ്രൂവ് ചെയ്ത് കിട്ടുന്നതുമായിരിക്കും. കർമ്മ അക്കാഡമിയിൽ നമ്മുടെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമുകളുടെ ഡിഫിക്കൽട്ടീസും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ റിക്വയർമെൻറ്റ്സിന് വേണ്ടി സിലബസ് ചെറിയ സെക്ഷൻസായി ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതുവഴി കുട്ടികൾക്ക് മിനിമം ടൈമിൽ മിനിമം എഫേർട്ടിൽ ആ സിലബസ് വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നു. പ്രോബ്ലം നമ്പർ 2. സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഡിഫിക്കൽട്ടായ കൺസെപ്റ്റുകളും ചലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക്സും. ഇത് ക്ലിയർ ചെയ്യാൻ അഥവാ ഇതിലെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ മിക്കപ്പോഴും കുട്ടികൾക്ക് ഒരു എക്സ്പേർട്ട് ഗൈഡൻസിൻ്റെ ആവശ്യകത കണ്ടുവരാറുണ്ട്. ഒരു എക്സ്പേർട്സ് ഇൻസ്ട്രക്ടർ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ആ കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ സിമ്പിളാക്കി നൽകുകയും കുട്ടികൾക്ക് അത് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാനും എളുപ്പത്തിൽ റീറ്റെയിൻ ചെയ്യാനുള്ള രീതികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. പ്രോബ്ലം നമ്പർ 3. മോക്ക് ടെസ്റ്റ് പെർഫോമൻസിൽ കൃത്യമായ ഫീഡ്ബാക്ക് ലഭിക്കാതിരിക്കുക. നമ്മൾ വരുത്തിയ മിസ്റ്റേക്സ് എന്താണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുള്ളൂ. കർമ്മ അക്കാഡമിയിൽ നമ്മുടെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ മോക്ക് ടെസ്റ്റ് പെർഫോമൻസിൽ ഒരു ഡീറ്റെയിൽഡ് ഫീഡ്ബാക്ക് നൽകി അവരുടെ സ്ട്രോങ് ഏരിയാസും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് നൽകുന്നു. പ്രോബ്ലം നമ്പർ 4. സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യപ്പെടാതെ പോവുകയാണ് പതിവ്. എന്നാൽ ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉള്ള സമയത്ത് നമ്മുടെ ഡൗട്ടുകൾ കൃത്യമായി ആൻസർ ചെയ്ത് കിട്ടുകയും ആക്യുറേറ്റ് ആയിട്ട് അവ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുകയും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ജേർണി കറക്റ്റ് ട്രാക്കിൽ നമുക്ക് വേഗത്തിൽ കൊണ്ടുപോകാനും സാധിക്കുന്നു. ഓർക്കുക, പ്രോപ്പർ ഗൈഡൻസ് ഈസ് നെസസറി ടു ഓവർകം യുവർ ഒബ്സ്റ്റക്കിൾസ്, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ടു അച്ചീവ് യുവർ ഗോൾസ് അറ്റ് ദ ഏർലിയസ്റ്റ്. എക്സാം ടൈമിൽ ടെൻഷൻ അടിക്കാറുണ്ടോ? എക്സാമിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ പേടി ഉണ്ടാക്കാറുണ്ടോ? എക്സാം ഫിയർ അഥവാ പരീക്ഷയെക്കുറിച്ചുള്ള പേടി മിക്ക ആസ്പിറൻസും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എക്സാം ടൈമിൽ കാമും ഫോക്കസ്ഡുമായി ഇരിക്കാനുള്ള കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് നമുക്കിന്ന് പരിചയപ്പെടാം.
ഒന്നാമത്തെ ഡു, ഒരു റിയലിസ്റ്റിക് സ്റ്റഡി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള എൻറ്റയർ സിലബസിനെ ഷോർട്ട് പോർഷൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. വീക്ക്ലി ആൻഡ് ഡെയിലി ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് ഈ പോർഷൻസ് കവർ ചെയ്ത് പോവുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് ഗ്രാജുവലായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആങ്സൈറ്റി ലെവൽ പതുക്കെ കുറയും. രണ്ടാമത്തെ ഡു, റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. ഡീപ് ബ്രീതിങ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂളിൽ ആഡ് ചെയ്യുക. ഇവ നിങ്ങളെ കാമാക്കി വെക്കാനും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും സഹായിക്കുന്നു. മൂന്നാമത്തെ ഡു ആണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ആകുക എന്നുള്ളത്. റെഗുലർ എക്സസൈസ് പോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻ സെക്രീഷൻ കൂട്ടുകയും അതുവഴി നമ്മുടെ മൂഡിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുകയും നമ്മുടെ ആങ്സൈറ്റി ലെവലിനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാറാണ് പതിവ്. ഈവൻ ഒരു 5 മിനിറ്റിന് നടത്തമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ക്വിക്ക് വർക്കൗട്ട് ആണെങ്കിൽ പോലും അത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഫറൻസ് വളരെ വലുതായിരിക്കും. അടുത്ത ഡു ആണ് ടോക്ക് അബൌട്ട് യുവർ ഫീലിങ്സ്. നിങ്ങൾക്കുള്ള കൺസേൺസ്, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ മെൻറ്ററുമായിട്ട് ഷെയർ ചെയ്യുക. സോ ദാറ്റ് അവർക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ഇമോഷണൽ സപ്പോർട്ടും ഇമോഷണൽ റിലീഫും പ്രാക്ടിക്കൽ അഡ്വൈസും തരാം. നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ് എലമെൻറ്റ് നിങ്ങളിൽ തന്നെ മൂടി വെക്കരുത്. ടേക്ക് ഹെൽപ്പ്. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഡോണ്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഡോണ്ടാണ് ഡോണ്ട് സാക്രിഫൈസ് യുവർ സ്ലീപ്പ്. ആവശ്യത്തിന് റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മെമ്മറി റീടെൻഷനും നമ്മുടെ മൊത്തത്തിലുള്ള വെൽബീയിങ്ങും പ്രോപ്പർ ആകുകയുള്ളൂ. ശരാശരി 7 to 8 hours ഒരു മനുഷ്യൻ ഉറങ്ങിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫോക്കസ്ഡായും അലേർട്ടായും ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഡോണ്ടാണ് ഡോണ്ട് ഓവർ ഇൻഡൾജ് ഇൻ കഫെയിൻ ഓർ ജങ്ക് ഫുഡ്സ്. ഇവ രണ്ടും നമ്മളെ ഉറങ്ങാതിരിക്കാൻ സഹായിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ആക്ച്വലി ഇവ ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ നശിപ്പിക്കുകയും നമ്മുടെ ബോഡിയിൽ ആങ്സൈറ്റി ലെവൽ ഉണ്ടാക്കുകയുമാണ് പതിവ്. ഇതിന് പകരമായി നമുക്ക് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി ഇരിക്കുകയോ ന്യൂട്രീഷ്യസ് ഫുഡ് ഉപയോഗിക്കുകയോ ചെയ്യാം. മൂന്നാമത്തെ ഡോണ്ടാണ് ലാസ്റ്റ് മിനിറ്റ് പഠനം. ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ തലയിലേക്ക് പുതിയ കാര്യങ്ങൾ കുത്തിക്കയറ്റുന്നത് വഴി നമ്മുടെ മെമ്മറി റീകോൾ ചെയ്യുന്ന നമ്മുടെ കപ്പാസിറ്റിയെ കുറയ്ക്കുകയും നമ്മളിലുള്ള ആങ്സൈറ്റി ലെവൽ കൂട്ടുകയും മാത്രമാണ് ചെയ്യുന്നത്. ഇതിന് പകരമായി നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ഷെഡ്യൂളിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ദെൻ പഠിച്ച കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ എലമെൻറ്റുകൾ മാത്രം റിവൈസ് ചെയ്ത് റിവ്യൂ ചെയ്തെടുക്കുക, റാദർ ദാൻ സ്റ്റഡിങ് ന്യൂ ടോപ്പിക്സ് അറ്റ് ദ എൻഡ്. ലാസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡോണ്ടാണ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഓർക്കുക, എല്ലാവരുടെയും പ്രിപ്പറേഷൻ ജേർണി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോഗ്രസ്സിലും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിലും മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക, റാദർ ദാൻ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓർക്കുക, എക്സാം ഫിയർ മാനേജ് ചെയ്യുന്നത് ചില ശരിയായിട്ടുള്ള പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെയും ചില അബദ്ധങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയുമാണ്. ഈ ഡൂസും ഡോൺസും പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ കോൺഫിഡൻസോടുകൂടിയും ക്ലാരിറ്റിയോടുകൂടിയും ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് കിരൺ സൈനിങ് ഓഫ്. ബൈ.